ഇത്തവണ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ഒരുപക്ഷെ മലമ്പുഴ മാറിയേക്കാം. വി.എസ്. അച്യുതാനന്ദന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട പിന്മുറക്കാർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സുപ്രധാന മണ്ഡലം. അതിൽ സുരേഷ്, നേരത്തെ വി.എസിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്ന സുരേഷ് ആയിരിക്കും UDFിൻ്റെ സ്ഥാനാർത്ഥി. ഒപ്പം വി.എസിൻ്റെ തന്നെ മകൻ അരുൺകുമാറിനെ സുരേഷിനെതിരെ രംഗത്തിറക്കാനാണ് CPMൻ്റെ നീക്കമെന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അരുൺ ആലത്തൂരാണ് വിശദാംശം നൽകുന്നത്. അരുണെ, സുരേഷ് എത്തുന്നുണ്ട് UDFിൽ. LDF സ്വാഭാവികമായിട്ടും അവരുടെ സിറ്റി മണ്ഡലത്തിൽ പ്രഭാകരനെ മാറ്റി വി.എസിൻ്റെ മകനെ തന്നെ ഇറക്കാനുള്ള നീക്കവും നടക്കുന്നു. പക്ഷേ അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരുണ്ട്. കൃഷ്ണകുമാർ, BJPയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തെത്തിയത് BJP ആണ്. എങ്ങനെ വിലയിരുത്താം? ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് മലമ്പുഴ മാറുകയാണ്. ശ്യാമ, തീർച്ചയായിട്ടും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും, അതായത് വി.എസ്. അച്യുതാനന്ദൻ മത്സരിച്ചപ്പോൾ പോലും മലമ്പുഴ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സ്വാധീനം ഈ മലമ്പുഴ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ട് എന്നിരിക്കെ കോൺഗ്രസ് തുടർച്ചയായി അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതു വിധേനയും നില മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അവർ നടത്തുന്നത്. മലമ്പുഴയിൽ ഏതായാലും വിജയിച്ച് കയറാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊന്നും കോൺഗ്രസിന് ഇല്ലെങ്കിൽ പോലും സംസ്ഥാന തലത്തിൽ തന്നെ ഈ CPMൽ നിന്നുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വി.എസ്. അച്യുതാനന്ദൻ്റെ PA ആയ സുരേഷിനെ UDF പാളയത്തിലേക്ക് എത്തിച്ച് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് രാവിലെയും സുരേഷ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്, കഴിഞ്ഞ ദിവസവും MP ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് സുരേഷിനെ പാടെ തള്ളിക്കൊണ്ട് സുരേഷിന് മലമ്പുഴയിൽ മത്സരിച്ചാൽ ഒരു വോട്ട് പോലും CPMകാരുടെ ലഭിക്കില്ല എന്ന തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണം തനിക്ക് വേദനയുണ്ടായി, എന്തുകൊണ്ടാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള കാര്യത്തിൽ വലിയ വിഷമമുണ്ടായി, അതിനെപ്പറ്റി കൃത്യമായ കാര്യങ്ങൾ അവർ പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. മാത്രമല്ല, താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ പോലും മത്സരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് സുരേഷ് പറയുന്നത്. UDF ആണ് തന്നെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഇന്നിപ്പോഴേതായാലും VD സതീശൻ്റെ യാത്ര പാലക്കാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ആ യാത്രയിൽ വൈകുന്നേരത്തോടുകൂടി മലമ്പുഴയുടെയും പാലക്കാട്ടിലെയും മണ്ഡലത്തിൻ്റെ പരിപാടി പാലക്കാട് നഗരത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ സുരേഷ് പങ്കെടുക്കും എന്നുള്ളതാണ് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും മലമ്പുഴയിൽ UDF സുരേഷിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഏറെക്കുറെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും CPM വോട്ടുകളിൽ വിള്ളലുണ്ടാവും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മലമ്പുഴയിൽ വിജയരാഘവനെ, അതായത് നിലവിൽ മലമ്പുഴയിലെ MLA പ്രഭാകരനാണ്. പ്രഭാകരനെ മാറ്റിക്കൊണ്ട് അവിടെ വിജയരാഘവനെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു CPM എത്തിയിരുന്നത്. പക്ഷേ ഈ സുരേഷ് ഇത്തരത്തിൽ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ മകനായ അരുൺകുമാറിനെ ഈ മലമ്പുഴ മണ്ഡലത്തിൽ പരീക്ഷിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സുരേഷ് പറയുന്നുണ്ട്, അത്തരത്തിൽ അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സ്ഥിതി ഉണ്ടാവും എന്ന തരത്തിൽ സുരേഷ് ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുരേഷും അതുപോലെ തന്നെ അരുൺകുമാറും മത്സരിക്കുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും, ഈ CPMകാർ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ളത് വലിയ ചോദ്യമായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും CPMൻ്റെ വോട്ടിൽ അവിടെ വലിയ വിള്ളലുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മലമ്പുഴയിൽ കാണാൻ സാധിക്കുന്നത്. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് CPMകാർക്ക് സുരേഷ് വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. പ്രത്യേകിച്ച് വി.എസിന് ഒപ്പം ആദ്യാവസാനം നിന്നൊരു സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ നടപടിയുണ്ടായി. ഇന്നും പാർട്ടി തന്നെ തഴയുന്നതിന് കാരണം വി.എസിനൊപ്പം അടിയുറച്ച് നിന്നു എന്നുള്ള കാരണത്താലാണ് എന്നുൾപ്പെടെ ഇന്ന് രാവിലെ സുരേഷ് പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും CPM വോട്ടുകളിൽ മലമ്പുഴയിൽ വിള്ളലുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ UDFിനെ അത് മുൻനിർത്തി തിരിച്ചു വരാൻ സാധിക്കുമോ എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ്. കാരണം സുരേഷ് മത്സരിച്ചാലും UDFിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. അതേസമയം നേരത്തെ ഷാമു പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ചുവരെഴുത്ത് ഉൾപ്പെടെ മലമ്പുഴ മണ്ഡലത്തിൽ BJP ആരംഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ശക്തമായി അവിടെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും
അവിടെ വിജയിക്കാൻ തന്നെ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം BJP ക്യാമ്പുകളിൽ ഇപ്പോൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മലമ്പുഴ മണ്ഡലത്തിൽപ്പെടുന്ന അകത്തേത്തറ പഞ്ചായത്തിൽ 37 വർഷത്തെ CPM-ൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല മണ്ഡലത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ അനുകൂല തരംഗം അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ മലമ്പുഴ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് വിജയത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്നുള്ളതാണ് BJP ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് കൃത്യമായ വിലയിരുത്തലാണ് അരുണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ച. ഒരു പ്രതികരണം കൂടിയുണ്ട് സുരേഷിൻ്റെ. ഞാൻ കോൺഗ്രസ് ചെയ്യില്ല, അത് വേണ്ട, സുരേഷിന് എന്താണോ താല്പര്യം അതനുസരിച്ച് ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിച്ചത് ഉന്നത നേതാക്കൾ തന്നെയാണ്. പേര് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചിരുന്നു, രമേശ് ചെന്നിത്തല സാർ ക്ഷണിച്ചിരുന്നു, ഉന്നത നേതാക്കൾ ക്ഷണിച്ചിരുന്നു. പാലക്കാട് വെച്ച ആ ജാഥയിൽ VD സതീശൻ നയിക്കുന്ന ജാഥയിൽ ഞാൻ പങ്കെടുക്കും. എനിക്ക് തന്ന ചാർജ് ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. 7 കാര്യങ്ങളാണ്, അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതൊരിക്കലും ഞാൻ അത്തരം തെറ്റുകൾ പാർട്ടിക്ക് എതിരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. ഞാൻ ഒരിക്കലും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. VS-ന്റെ മകനെതിരെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലൊരു സംഗതി വരുമ്പോൾ എനിക്കൊരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യമുണ്ട്.